എനിക്ക് മനസ്സിൽ ഭയങ്കര ആഗ്രഹമാണ് ഡാൻസ് ഒന്ന് പഠിച്ചാൽ കൊള്ളാം. അപ്പം ഞാൻ എന്താ വെച്ചാൽ കുറേ നാൾ അബൌട്ട് ഒരു 2-3 ഇയേഴ്സ് ഞാൻ ടീച്ചറിനെ വെച്ചിട്ട് ഭരതനാട്യത്തിൻ്റെ കുറേ സ്റ്റെപ്പുകൾ, ഫോക്കിൻ്റെ അങ്ങനെ കുറേ സ്റ്റെപ്പുകൾ ഞാൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് കരിനാഗം എന്ന് പറഞ്ഞ് കെ എസ് ഗോലക്ഷൻ്റെ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്തൊരു ഡാൻസിൻ്റെ ഇത് വന്നപ്പോൾ ഒരു നാഗിൻ ഡാൻസാണ്, പാമ്പ് ഡാൻസ്. അപ്പോൾ ആ ഡാൻസ് ആക്ച്വലി ഹീറോയിനാണ് ചെയ്യേണ്ടത്. ഹീറോയിനും കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുവന്നാൽ ആ സോങ്ങും ആ പാട്ടും എല്ലാം കൂടെ നല്ല ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഹീറോയിൻ പറഞ്ഞു എനിക്കിത് ഒരു നൈറ്റ് കൊണ്ട് എനിക്ക് അത് പോകേണ്ടതാണ്. അപ്പോൾ മൂപ്പർക്ക് ഡാൻസ് അറിയാൻ പറ്റുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ എനിക്കിത് അറിഞ്ഞുകൂടാന്നുള്ള ധാരണ എല്ലാവർക്കും ഉണ്ട്. ഞാനപ്പം പറഞ്ഞു നമുക്കിതൊരു അതെ ബോഡിയുടെ ഇതാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു ബെറ്റ് വെച്ച് ഈ നൈറ്റ് നിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഡാൻസ് ചെയ്യും. സോറി എൻ്റെ മാഡത്തിൻ്റെ കൂടെ ഞാൻ ഡാൻസ് ചെയ്യുന്നുണ്ട്. അത് തീർന്നില്ല എങ്കിൽ ഈ ഇന്നത്തെ ഫുൾ സെറ്റിൻ്റെ ക്യാഷ് ഞാൻ പേ ചെയ്യുന്നു. അങ്ങനെ ഡാൻസ് ഞാൻ ചെയ്തു. പക്ഷെ അത് ഈ അടുത്ത കാലത്ത് ആ CD ഇറങ്ങിയിട്ടുണ്ട്. പല ആൾക്കാരും ഈവൻ നമ്മുടെ മലയാളത്തിലുള്ള പല സ്റ്റാർസും അത് കണ്ടിട്ട് എന്നെ വിളിച്ചു, നീ ഇത്ര മനോഹര ഡാൻസ് ചെയ്യുന്ന ഇപ്പോഴാണ് അറിയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാണ് രാജമാണിക്യത്തിൽ മമ്മൂട്ടിയുടെ ഒരു പടം ഉണ്ടായിരുന്നു, അൻവർ റഷീദ് ഡയറക്ടർ. അതിനകത്ത് റഹ്മാൻ്റെ കൂടെ ഡാൻസ് ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഡാൻസ് എന്ന് പറയുന്ന ഒരു കല, പക്ഷെ വലിയ ഡാൻസിൻ്റെ അറിവൊന്നും എനിക്കില്ല. എന്നാലും താളമുണ്ട്. അല്ല അതാണ് ആവശ്യം. ശരിക്കും എന്ന് പറഞ്ഞാൽ ബോഡി സംഗീതമായിട്ട് മാറാണ്ട് ഒരു ആവശ്യം. ഒരുപാട് ഈ ഡാൻസ് അറിയാമെന്ന് പറഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ അത് അറിഞ്ഞതിന് ശേഷം, ഈ രാജമാണിക്കൊക്കെ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് ക്യാരക്ടേഴ്സ്. അല്ല അതൊരു ഭയങ്കര ടേണിംഗ് പോയിന്റ് ആയിട്ടാണ്. കാരണം അതുവരെ ഞാൻ എപ്പോഴും അത് ചോദിക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ഈ വില്ലന്മാർ ശരിക്കും എല്ലാവരും വിചാരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുഷ്ടന്മാരാണെന്നാണ് ജീവിതത്തിൽ. ഇപ്പോൾ ഇത് നമ്മൾ കണ്ടില്ലേ, ഇതിനകത്ത് ആ കുട്ടിയായിട്ടുള്ള ഷോട്ട് എടുക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ ആ കുട്ടി ഇങ്ങനെ എറിയുന്നൊരു ഷോട്ട് കണ്ടു അല്ലേ. ആ എറിയുന്ന ഷോട്ടിന് മുമ്പ് വരെ എല്ലാവരും ഈ പടത്തിൽ കണ്ടവരൊക്കെ ഭയങ്കരമായിട്ട് ഈ പടം കണ്ടതിന് ശേഷം എന്നെ ഒരുപാട് ഫോൺ ചെയ്യും, ഇത്ര ക്രൂരമായിട്ടത് ചെയ്ത് ഞാൻ പറഞ്ഞു ശരിയാണ്, ഞാൻ അത്ര ക്രൂരമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് എൻ്റെ കഥാപാത്രങ്ങൾ നിൽക്കുന്നത്. അതാണ്, ഇല്ലെങ്കിൽ നിൽക്കില്ലല്ലോ. ഇല്ല, അതല്ല എൻ്റെ സത്യം. അല്ല, വില്ലൻ്റെ ആ ക്രൂരതയാണ് ഒരു പടത്തിനെ നിർത്തുന്നത്. അതായത് വില്ലൻ എന്ന് പറയുന്നത് എങ്ങനെ ഒതുക്കുന്നു എന്നുള്ള ഒരു ആകാംക്ഷ. വില്ലൻ എന്ന് പറയുന്ന കഥാപാത്രം എത്രമാത്രം ക്രൂരനായിരിക്കുമോ അത്രയും ഹീറോയിസം ഉണ്ടാകുകയാണ്. പിന്നെ മലയാള സിനിമയിൽ പണ്ടുണ്ടായിരുന്നതിന് ഒരു ചെറിയ ഡിഫറൻറ്റ് ഉണ്ട്. വില്ലന്മാരെന്ന് പറയുന്നത് പണ്ട് നസീർ സാറ് കെപ്പിയുമാർ, അത് ഒരു വില്ലനേ ഉള്ളായിരുന്നു. ഇപ്പോൾ അങ്ങോട്ട് ചേഞ്ച് ആയിട്ട് വില്ലൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഒരാളങ്ങ് ഉണ്ടാക്കും, അദ്ദേഹത്തിനെ അവിടെ അങ്ങ് ഇരുത്തും. ഇതിന് കുറേ ബ്രാഞ്ചസ്, ഈ ബ്രാഞ്ചസാണ് പിന്നെ അങ്ങോട്ട് കളിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും മനുഷ്യരുടെ മനസ്സിൽ കിടക്കുന്നത് വില്ലൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം മെയിൻ ആൾ കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഗുണ്ടകളാണ്. പക്ഷേ വില്ലൻ എന്ന് പറഞ്ഞൊരു മെയിൻ കഥാപാത്രത്തിനെക്കാട്ടിൽ വർക്ക് കൂടുതൽ വരുന്നത് ഈ പറയുന്ന കഥാപാത്രങ്ങൾ സഹവില്ലന്മാർ. അങ്ങനൊരു ഈ കുട്ടിയെ ഇപ്പം കാണിച്ചില്ല, ആ കുട്ടിയെ എടുത്ത് എറിയുന്നതിന് മുമ്പ് കൊച്ചിന് ആ ഷോട്ട് ഫസ്റ്റ് ഇപ്പോൾ എറിഞ്ഞ ആ ഷോട്ട് കണ്ടല്ലോ, എറിഞ്ഞിട്ട് അതിൽ രണ്ടുപേരെ നോക്കി ഞാൻ ചിരിച്ചിട്ട് കൊച്ചിനെ എടുത്ത് കൈ വെച്ചപ്പോൾ കൊച്ചു ചിരിച്ചോണ്ടിരിക്കുന്നത്. അതെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയെ അത്രമാത്രം ഞാൻ ലാളിച്ച് ഷോട്ടിന് മുമ്പ്. അതാണ് ആ കൊച്ചിനെ ഞാൻ വെറുതെ ഇങ്ങനെ വെച്ചിട്ട് ആക്ഷൻ മാത്രമേ ഉള്ളൂ. എൻ്റെ ഈ കൈയും ഈ കൊച്ചിനെ ഇങ്ങനെയാണ് ഞാൻ കൊണ്ടുവന്നത്, ഈ കൊച്ചു ഇവിടെ വരെയും കൈ ഇങ്ങനെയാണ് പോയത്. അപ്പോൾ ആ കുട്ടി എന്നെ നെഞ്ചത്തിന് ഇരിപ്പുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഷോട്ടിന് മുമ്പ് ഒരുപാട് അവളെ ലാളിച്ച്, പെൺകുട്ടിയാണ് ലാളിച്ചോക്ക് മുട്ടായി കൊടുത്തു. അതൊക്കെ ആ ഷോട്ടിനകത്തുണ്ട്. ഒരുവിധമുള്ളവർക്ക് അത് മനസ്സിലാവില്ല. പെൺകുട്ടിയുണ്ട്, പിന്നെ എനിക്ക് 2 പെണ്ണും വരാണ്. അപ്പോൾ ഇവളെ ഇങ്ങനെ എടുത്തു വെച്ച ആ ഷോട്ട് ഇപ്പം കണ്ടില്ല, ആ ഷോട്ടിൽ അവൾ ഇരിക്കുന്നുണ്ട്, കരഞ്ഞിട്ടില്ല. അപ്പോൾ അവളെ അത്രമാത്രം ഒരു പൂ വീണ പോലും മേത്ത് ഒരു പൂ വീണ നോക്കാത്ത രീതിയിലാണ് ആ ഷോട്ട് ഞാൻ